പ്രിയപ്പെട്ടവരെ, ചിലർ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. തിരുമേനി, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ യൂട്യൂബിൽ കാണുന്ന മന്ത്രങ്ങളെല്ലാം ജപിക്കും, മാഗസിനുകളിൽ വരുന്ന മന്ത്രങ്ങൾ ജപിക്കും, ചിലപ്പോൾ സന്ധ്യാകീർത്തനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ കാണുന്ന പല കീർത്തനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും നടത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതിയും വരുന്നില്ല. മാത്രമല്ല, ഒരുപാട് നേരം ഞാൻ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ക്ഷേത്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ പലപ്പോഴും എനിക്ക് ചില തിരിച്ചടികളാണ് കിട്ടുക എന്നൊക്കെ ഇവർ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല. നമ്മുടെ മനസ്സിലെ വിഷമതകളൊക്കെ നമ്മൾ ദൈവങ്ങളിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഈ പ്രാർത്ഥന ശരിയായ പാതയിലല്ല എങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചടികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധമില്ലാതെ അവരവരുടെ അപ്പോഴത്തെ മനോവിചാരങ്ങൾക്കനുസരിച്ച്, വികാരങ്ങൾക്കനുസരിച്ച് ചില ദുഷ്പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ട്. ഞാൻ മേൽശാന്തിയായിരുന്ന പല അമ്പലങ്ങളിലും ഭക്തർ പ്രാർത്ഥിക്കുന്ന നമുക്ക് തിരുനടയിൽ നിൽക്കുമ്പോൾ കേൾക്കാൻ കഴിയും. ചിലതൊക്കെ ഒരിക്കലും ക്ഷേത്ര നടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചിലതിനൊക്കെ നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ പബ്ലിക്കായിട്ടൊക്കെയാണ് ഇത്തരം പ്രാർത്ഥന കേൾക്കുന്നെങ്കിൽ ഒന്നും പറയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാവും നമ്മൾ ഇറങ്ങി ചെന്ന് സഡൻലി അത് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിലും കഴിയുന്നിടത്ത് മാറ്റിയെടുത്ത് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, അതിന് ദോഷമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്താറുണ്ട്. എങ്കിലും എല്ലായിടത്തും നമ്മൾ ഇത് പൊതുവിൽ പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള വീഡിയോ പ്ലാറ്റ്ഫോമുകളിലൂടെയല്ലേ നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 100% നിങ്ങൾ കേട്ടിരിക്കേണ്ടുന്ന ഒരു വീഡിയോ ആണിത്. മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസിയായിട്ടുള്ള ഏതാനും സുഹൃത്തുക്കൾക്കെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതത്തിലും ഒരു പുണ്യം കിട്ടട്ടെ, അവർക്കും ഒരു വെളിച്ചം നിങ്ങളാൽ ലഭിക്കട്ടെ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് കേൾക്കുക, ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധമായിട്ടിരിക്കണമെന്ന് നമുക്കറിയാം. ഏകാഗ്രത വേണം. എന്തിനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിലേക്ക് നമ്മുടെ മനസ്സ് ഉറച്ചു നിൽക്കണം. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയ്ക്കാണ് ഗുണം കിട്ടുക. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മറ്റൊരാളെ കേൾപ്പിക്കാൻ വേണ്ടി, ഞാനൊരു ഭക്തനാണ്, എനിക്ക് കുറെ മന്ത്രങ്ങൾ അറിയാം എന്നുള്ള മട്ടിലല്ല ഒരാൾ ജപിക്കേണ്ടത്. പകരം മനനാത്രായതി മന്ത്രഃ, മനസ്സിൽ എങ്ങനെ ത്രാണനം ചെയ്യുന്ന ആ മന്ത്രം നമ്മൾ എന്ത് ചെയ്യണം, ആ ഭഗവത് ചൈതന്യങ്ങളിലേക്കാണ് കൊടുക്കേണ്ടത്. ആ കണക്ഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ആവണം. അപ്പൊ ആദ്യം പാടില്ലാത്ത പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ അശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയാം. അശുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും കുളിക്കാതെ നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥ, അത് അശുദ്ധിയാണ്. അല്ലാതെ ആർത്തവ കാലത്ത് നമുക്ക് അശുദ്ധമുണ്ട്, അല്ലാതെ പുലബാലായ്മകളിൽ നമുക്ക് അശുദ്ധമുണ്ട്. ഇതൊക്കെയാണ് പൊതുവിലുള്ള അശുദ്ധം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുളിച്ചിട്ട് പ്രാർത്ഥിച്ചാലും നമുക്ക് അശുദ്ധം ഉണ്ടായി വരും. നമ്മൾ ഇനി എന്തൊക്കെ ശുദ്ധീകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വന്നാലും നമുക്ക് അശുദ്ധം ഉണ്ടായി വരും. എങ്ങനെയാണത്? നമുക്ക് വേണ്ടത് കർമ്മശുദ്ധി, ദേഹശുദ്ധി, മനഃശുദ്ധി, ഇവയാണ്. അപ്പോൾ നമ്മുടെ നല്ല കർമ്മങ്ങളായിരിക്കണം, ദേഹത്തിന് ശുദ്ധി ഉണ്ടാവണം, മനസ്സാകട്ടെ ഭഗവാന് ഭഗവതിയിലെ അർപ്പിതമായിരിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കൈകൂപ്പി നിന്ന് എന്തൊക്കെയോ പറയുന്നു, മനസ്സ് വേറെ എവിടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിലയ്ക്കുള്ള പ്രാർത്ഥനകൾ പരമാവധി ഒഴിവാക്കും. അത് വ്യർത്ഥ പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും കിട്ടിയില്ല. മാത്രമല്ല, ശുദ്ധമില്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കുറച്ചധികം തിരിച്ചടികൾക്ക് കാരണമാകും. നമ്മളിപ്പം സാധാരണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, കുളിച്ച് ശുദ്ധിയാകുന്നു. കുളിച്ച് ശുദ്ധിയാകുമ്പോൾ നമ്മുടെ ദേഹത്തിന് മാത്രമായിരിക്കും അവിടെ ശുദ്ധി കാണിക്കുന്നത്. ആ പ്രവൃത്തിയിലും നമ്മുടെ ശുദ്ധി വേണം, നമ്മുടെ മനസ്സിലെ ശുദ്ധി വേണം എന്നുള്ളതാണ് ഇവിടെ ബോധ്യമാക്കേണ്ടത്. രണ്ടാമത്തത് പ്രതികാരവാഞ്ചയോടുകൂടിയുള്ള പ്രാർത്ഥന. പ്രതികാരവാഞ്ചയോടുകൂടിയുള്ള പ്രാർത്ഥന പല ക്ഷേത്രടകളിലും നമുക്ക് കേൾക്കാൻ പറ്റും. ചിലപ്പോൾ ഓഫീസിൽ ഒരാളത്ത് വഴക്കുകൂടി, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒരാളത്ത് വഴക്കുകൂടി, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരാളടുത്ത് ഉണ്ടാക്കി, അയൽപക്കക്കാരോട് എന്തെങ്കിലും തർക്കം ഉണ്ടായി, നേരെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് പറയണം, അമ്മ എൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്തു, ഇന്ന ആളിതൊക്കെ ചെയ്തു, അവന് ഒരു പണി അമ്മ കൊടുക്കണം, മുട്ടം പണി കൊടുക്കണം. ചിലപ്പം ചില മേൽശാന്തിയുടെ അടുത്തൊക്കെ ചെന്ന് ചോദിക്കാറുണ്ട്, എനിക്കൊരു ശത്രുണ്ട്, അവനിട്ടൊരു പണി കൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. ചിലപ്പം ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള ചില സേവകരായിട്ടുള്ള മേൽശാന്തിവരുണ്ട്. അവർ ചില കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നൊക്കെ പറയും. ഇവരെ വഴിതെറ്റിക്കാറുണ്ട്.
ഞാൻ പറയുന്നു, ഒരിക്കലും പ്രാർത്ഥനയിലോ ഇത്തരം ഒരു കർമ്മങ്ങളിലേക്കോ നിങ്ങൾ ചെന്ന് ചാടരുത്. കാര്യം ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള തിരിച്ചടികൾക്ക് കാരണമാകുന്ന കാര്യമാണ്. ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് ശത്രുതയൊക്കെ ഉണ്ടാവാം, നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി അയാളിൽ നിന്നുണ്ടായാൽ നമുക്ക് ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ക്ഷേത്ര നടയിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത് എന്താണ്? നമുക്ക് മറ്റുള്ളവർക്കും നമുക്ക് എല്ലാ നന്മകൾ വരാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അവിടെ പ്രതികാര വാഞ്ചയോടുകൂടി ആ ഭഗവത് ചൈതന്യത്തിന്റെ മുമ്പ് വന്ന് നിൽക്കരുത്. അത് നമ്മുടെ ആ സമയത്തുണ്ടാകുന്ന വേവുണ്ടല്ലോ, എപ്പോഴും ഒരു അശുദ്ധനുണ്ടാകുന്ന വേവ് തന്നെയാണ്. അതായത് ഒരാൾക്ക് ശുദ്ധിയില്ലാതെ അമ്പലത്തിൽ കയറാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അയാളുടെ ശരീരത്തിൽ എന്ത് തരംഗം ഉണ്ടാവുമോ അതുപോലെയാണ് പ്രതികാര ബുദ്ധിയോടുകൂടി ഒരു ക്ഷേത്രം നടയിക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് തന്നെ മനസ്സ് എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തത് മറ്റൊരാളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന പ്രാർത്ഥന എന്നുള്ളതാണ്. അതായത് ചില വ്യക്തികളൊക്കെ അമ്പലത്തിലൊക്കെ വന്ന് നന്നായിട്ട് ഭക്തി പ്രശ്നം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുണ്ടല്ലോ, വലിയ ഭക്തനാണെന്ന് നടിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഇടിച്ച് മറിച്ചിട്ട് ഫ്രണ്ടിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുക, അവര് വിഗ്രഹത്തെ നോക്കി തൊഴുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കുക. ഇങ്ങനെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ട് തൻ്റെ ഭക്തിക്കാണ് വാല്യൂ ഉള്ളത്, താനാണ് ഇവിടുത്തെ വലിയൊരാള് എന്നുള്ള രീതിയിൽ ചിലര് പ്രാർത്ഥിക്കാറുണ്ട്. ദയവ് ചെയ്ത് അത് ഒഴിവാക്കണം. നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുഞ്ഞു കുട്ടി എന്നും ക്ഷേത്ര നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന, അവള് കുറേ നേരം ഇങ്ങനെ വിഗ്രഹത്തെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയാണ് ആ കുട്ടി പ്രാർത്ഥന കാണുമ്പോൾ. പക്ഷെ ഒരു മുത്തശ്ശിയുണ്ട്, ആ മുത്തശ്ശി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് എപ്പോഴും നിൽക്കുന്നു, അവളെ ഒന്ന് നോക്കും, നേരെ ഫ്രണ്ടിൽ വന്ന് അവൾക്ക് മറഞ്ഞു നിന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി. ഞാൻ അമ്മയടുത്ത് പലവട്ടം ചോദിച്ചു, ആ മോള് നിൽക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ക്രോസ് ചെയ്ത് പ്രാർത്ഥിക്കണേ? തിരുമേനി അവളൊന്നും പ്രാർത്ഥിക്കണമെന്നല്ല, ഇവിടെയൊക്കെ വന്ന് വായി നോക്കാൻ വേണ്ടി നിൽക്കുക, നമ്മളൊക്കെ നിങ്ങളൊക്കെ മുതിർന്ന ആൾക്കാർ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കറക്റ്റ് എന്നുള്ള മട്ടിൽ ഈ അമ്മ സംസാരിക്കാറുണ്ട്. എനിക്കറിയാം, ഇനി ഈ അമ്മയെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് അവരെ കുറെ കാര്യം നോളജ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാര്യം എല്ലാം തികഞ്ഞത് എന്നുള്ള രീതിയിലാണ് അമ്മയുടെ പലപ്പോഴും സംസാരം. കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ കയ്യിലുണ്ടാവും. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അമ്പലത്തിൽ വരാറുണ്ട് കേട്ടോ. വെറുതെ തൊഴാൻ വേണ്ടി മാത്രം വരുന്ന നിങ്ങളെ പോലുള്ള ഭക്തരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ചില ഇത്തരം തങ്ങളുടെ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ജാടകളൊക്കെ കാണിക്കാനുള്ള ആൾക്കാരും അമ്പലത്തിൽ വരും. ഭക്തിയുടെ ജാട എന്നൊക്കെ പറയും. അതൊക്കെയുള്ള ആൾക്കാരുണ്ട്. ദയവേത് മറ്റൊരാളുടെ പ്രാർത്ഥനയെ ഭംഗപ്പെടുത്തുക, ഒരു ഭക്തനെ തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ശബരിമലയിലൊക്കെ കയറി പോകുമ്പോൾ നമ്മൾ കാണും, നമ്മളിങ്ങനെ മല കയറി ചെല്ലുമ്പോൾ എതിരെ വരുന്ന ഭക്തജനങ്ങൾ നമുക്ക് തുണി കൊണ്ട് വീശിത്തരും, ചിലർ ഗ്ലൂക്കോസ് ഒക്കെ തരും. ആ ഭക്തനെ എങ്ങനെയെങ്കിലും സഹായിച്ച് കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അവർക്കൊക്കെ എന്ത് പുണ്യം കിട്ടുമെന്ന് അറിയാമോ? വളരെ നല്ല മഹത്തരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ശബരിമലയിൽ പോകുന്ന പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ അവിടെയുണ്ട് നുഴഞ്ഞു കയറ്റക്കാരും ബാരിക്കേഡ് ചാടിക്കിടക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. എങ്കിലും നമ്മൾ എവിടെയും ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. മറ്റൊരു ഭക്തന് തടസ്സം ഉണ്ടാകാതെ നോക്കണം. അടുത്തത് മറ്റൊരാളുടെ സമ്പത്ത് നേടിയെടുക്കാനുള്ള പ്രാർത്ഥന. അതായത് മറ്റൊരാളുടെ കയ്യിൽ കുറച്ച് സ്വത്തോ വകകളൊക്കെ ഇരിപ്പുണ്ട്, അത് തനിക്ക് സ്വന്തമാക്കണം എന്നുള്ള രീതിയിൽ ചിലർ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു സഹോദരന്റെ കാര്യം തന്നെ പറയാം. ഇവർ രണ്ടുപേരുണ്ട്. അപ്പൊ അച്ഛന് നല്ല സ്വത്തുണ്ടുള്ള ഭൂസ്വത്തും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് മക്കൾക്കും തുല്യമായിട്ട് കൊടുത്തു. ഒരുവൻ അതിനെ കൊണ്ടുവരുന്ന ബിസിനസ് ഒക്കെ ചെയ്ത് മൊത്തം നശിപ്പിച്ചു, കൂട്ടുകൂടിയൊക്കെ നശിപ്പിച്ചു. രണ്ടാമത്തെ ഒരാളുണ്ട്, അയാളാണെങ്കിൽ നന്നായിട്ട് അതിന് ഭംഗിയാമണ്ണം കൊണ്ടുവന്ന് കുടുംബം നോക്കി നന്നായിട്ട് പോകുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ സഹോദരൻ്റെ സമയം ഇപ്പം എങ്ങനെയുണ്ട്? നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു കൊടുക്കില്ല എന്താണ് നക്ഷത്രം എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അയാൾ ഇങ്ങനെ ജീവിച്ചു. അല്ല തിരുമേനി, അവൻ മഹാമോശമാണ്, അവൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവൻ ഉടനെയൊന്നും കടന്നു പോകില്ലേ? ഈ സഹോദരൻ ചോദിക്കുക. എനിക്കെന്ത് മാനസിക ആഘാതം ഉണ്ടായെന്ന് അറിയും. അതായത് ഈ സഹോദരൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്വത്തും കൂടെ ഇയാൾക്ക് കിട്ടുമായിരിക്കാം. അതിൻ്റെ ഒരു താല്പര്യത്തിലായിരിക്കും ഇയാൾ ഈ പറയുന്നത്. ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വം എന്ന് പറഞ്ഞാലേ നമ്മുടെ നാട്ടിൽ അധികമൊന്നും കാണില്ല. എങ്കിലും മറ്റൊരാളുടെ സ്വത്തോ പദവിയോ ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ ബന്ധുജനങ്ങൾക്കിടയിലോ മറ്റൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ കണ്ടിരിക്കാം. നമുക്ക് എല്ലാവരും അങ്ങനെ ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും ഇത്തരം ഒരു പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അത് ഇവർക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ സഹോദരൻ എന്ന് പറഞ്ഞ വ്യക്തി, അത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് അവസാനം സ്ട്രോക്ക് വന്നിട്ട് ഇപ്പോൾ വല്ലാത്ത കഷ്ടതയിൽ ജീവിക്കുകയാണ്. മറ്റേ സഹോദരൻ തന്നെയാണ് ഇപ്പോൾ ചികിത്സയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം. ഈ നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുമ്പം ആലോചിക്കണം, പിന്നീട് തനിക്ക് തന്നെ അത് വന്ന് കൂടും എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഇത്തരം പ്രാർത്ഥനകൾ നടത്തുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയിൽ വിജയം ചോദിക്കൽ എന്നുള്ളതാണ്. നമ്മൾ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ പരീക്ഷകളിലൊക്കെ ഒരു മത്സരം ഉണ്ടാവും. ഈ മത്സരിച്ച് വിജയിക്കുക എന്നുള്ളതാണ് അവിടുത്തെ നേട്ടം. എന്നാൽ ചില വ്യക്തികളാട്ടെ ആ മുന്നിൽ നിൽക്കുന്ന ആളിനെ കാലുപിടിൽ പിടിച്ച് വലിച്ച് താഴെ ഇട്ടിട്ട് തനിക്ക് വിജയിക്കണം എന്നുള്ള രീതിയിലുള്ള മനോഭാവമുള്ളവരായിരിക്കും. അവർ കുറുക്ക് വഴികളിലൂടെയുള്ള വിജയം ചോദിച്ചുകൊണ്ടിരിക്കും.
അതായത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് വലിയ പരീക്ഷകളുടെ സമീപത്ത് പറയും, തിരുമേനി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുമോ, എനിക്ക് ഈ പരീക്ഷ വിജയിച്ചേ പറ്റുള്ളൂ, എനിക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കുക, പരീക്ഷാ വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കുന്നത്. നമ്മൾ നന്നായിട്ട് ഇൻപുട്ട് കൊടുത്താലും ചിലപ്പോൾ പരാജയപ്പെട്ടു. ചില സമയത്ത് നമ്മൾ അത്രത്തോളം പഠിച്ചില്ലെങ്കിലും നമുക്ക് ആ പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ കുറേയധികം നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ വരും, നമുക്ക് നല്ല മാർക്കൊക്കെ നേടാൻ പറ്റും. അത് ആ സമയം നമ്മുടെ ഒരു വിധി ഇതൊക്കെ സ്വാധീനിക്കപ്പെട്ടിട്ടാണ് വരുന്നത്. എന്നാൽ ചിലരങ്ങനെയല്ല, എല്ലാത്തിലും ഉദാസീനത കാണിച്ചിട്ട് ഒരാളെ വലിച്ചിട്ടിട്ട് കുറുക്കുവഴിയിലൂടെ വിജയം നേടാൻ ശ്രമിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ക്ഷേത്രത്തിൽ വന്ന് നടത്തും. ചിലപ്പോൾ ചില നേർച്ചകളൊക്കെ വയ്ക്കും. ഇതൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഭയങ്കരമായ തിരിച്ചടികൾക്ക് കാരണമാവുകയും ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ സ്വന്തം പാപകർമ്മങ്ങൾ നിർത്തിവെക്കില്ല, പക്ഷെ സ്വയം രക്ഷ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു കശാപ്പുകാരൻ, അയാൾ മൃഗങ്ങളുടെ കരുണ ഒന്നും നോക്കുന്നില്ല, മൃഗങ്ങളുടെ പ്രാർത്ഥനകളൊന്നും കേൾക്കുന്നില്ല, അയാളുടെ ധർമ്മമൊന്നും പറഞ്ഞിട്ട് കശാപ്പ് ചെയ്യും. എന്നിട്ട് അയാൾ എന്താ പറയുക, തനിക്ക് രക്ഷ വേണമെന്നുള്ള രീതിയിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. മറ്റൊരു സഹജീവിയുടെ കരുണ കാണിക്കാത്ത ഒരാള് അതെന്ത് ധർമ്മത്തിന്റെ പേരിലായാലും ശരി, അയാൾ പിന്നെ ദൈവത്തിനോട് വിളിച്ച് രക്ഷ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അയാൾ ആ ശീലത്തിലേക്ക് വന്നു വീണിട്ടുണ്ടെങ്കിൽ, അയാൾ ഒന്നിനെ നിഗ്രഹിക്കാനാണ് വന്ന് വീണിട്ടുള്ളതെങ്കിൽ അയാളെ കർമ്മം ചെയ്യുക. കരുന്ന മനുഷ്യത്വം നശിച്ചിട്ടായിരിക്കും അയാളെ കർമ്മം ചെയ്യുക. അയാൾ പിന്നെ രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, അറിയാതെ ചെയ്തുകൊണ്ടെങ്കിൽ അന്ന് അത് മതിയാക്കണം, അല്ല ഇത് മാത്രം ചെയ്തിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എന്നെ ഇനിയും മൃഗങ്ങളെ കൊല്ലാനോ മറ്റേ ക്രൂരതകൾ ചെയ്യാനോ എന്നെ സഹായിക്കണേ എന്ന് ദൈവത്തിന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ ഇരിക്കും. അതൊരു ഇരട്ടത്താപ്പുള്ള രീതിയാണ് കേട്ടോ. ആ ഒരു രീതിയിൽ ഞാൻ പറയുന്ന ഒരു കശാപ്പുകാരന്റെ കാര്യം മാത്രമല്ല, ഈ ഒരു സമീപനത്തോടു കൂടി ദ്രോഹങ്ങൾ ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പോകുന്ന പലരും ഉണ്ട്. അവർക്ക് തന്നെ അറിയാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹമാണ്. കുടുംബത്തിനകത്ത് ഇവിടുന്ന് ദ്രോഹം ചെയ്യും, മറ്റ് അയൽപ്പക്കക്കാരെ ദ്രോഹം ചെയ്യും. എന്നിട്ട് അവർ രാവിലെ ആകുമ്പോൾ കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. ഇതൊന്നും കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മാത്രമല്ല പിന്നീട് ഇവർക്ക് തിരിച്ചടികളുടെ പ്രളയമായിരിക്കും. അതും കൂടെ മനസ്സിലാക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് നന്ദിയൊന്നും പറയില്ല. കാര്യം ഇത്രയും കാലം കിട്ടിയ കാര്യങ്ങൾക്കൊന്നും ഒരു നന്ദിയില്ല, എന്നാൽ പുതിയ കുറെ കാര്യങ്ങൾ വേണമെന്ന് താനും. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയുണ്ട്. എപ്പോഴും നമുക്ക് ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും സൗഭാഗ്യങ്ങൾക്കെല്ലാം ഒരു നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന തുടങ്ങേണ്ടത്. നമ്മൾ അതിൽ നിറവുള്ളവരായിരിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ കിട്ടിയില്ല എന്നുണ്ടായിരിക്കാം, പക്ഷെ കിട്ടിയതിന്മേൽ നമുക്കൊരു നന്ദി പ്രകടനം ദൈവത്തിനടുത്ത് പറഞ്ഞില്ലെങ്കിൽ മനുഷ്യനെന്നുള്ള നിലയിൽ നമ്മൾ വളരെ മോശമാണ്. നമ്മൾ രാത്രി നേരത്ത് ചെയ്യേണ്ടുന്ന ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അന്നത്തെ കിട്ടിയ സൗഭാഗ്യങ്ങൾ, ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയണം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാം തരാൻ അറിയെങ്കിൽ ഇതും കൂടെ തരാൻ അറിയാമല്ലോ. ഭഗവാനെ അങ്ങ് തരുന്നതാണ് എനിക്ക് ഏറ്റവും വലുത്, എൻ്റെ മനസ്സറിയാമല്ലോ, അങ്ങ് എനിക്ക് തന്നേക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭക്തിയോടുകൂടി നമ്മളൊരു നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക. അത് നമുക്ക് സാധ്യമാകും. നമുക്കൊരു അർഹത ഉണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും, അർഹതയില്ലെങ്കിൽ കിട്ടില്ല. അതും കൂടെ മനസ്സിലാക്കണം. അല്ലാതെ നന്ദി പറയാതെ നമുക്ക് കിട്ടാനുള്ള കാര്യം മാത്രം ചോദിച്ചുകൊണ്ടിരുന്നാലേ അത് തീരെ മോശപ്പെട്ട പ്രവണതയാണ്. അത് തിരിച്ചടികൾക്ക് കാരണമാകും, ഉള്ളതും കൂടെ നഷ്ടപ്പെടാൻ അത് കാരണമാകും. അടുത്തതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് വേദന ഉളവാക്കുന്ന കാര്യം ദൈവത്തിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്ക് കുറച്ച് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് നമ്മളെ നല്ല വണ്ണമാണ് വളർത്തിക്കൊണ്ടുവന്നത്. നമുക്ക് ഒരു കേടുപാടുകളും കൂടാതെ നമ്മളെ വളർത്തി ഇവിടെ എത്തിച്ചു. അവരെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അവര് അതിലൂടെ സാധിച്ചെടുക്കാനും ശ്രമിക്കും. ഇതൊരു കുടുംബ ബന്ധത്തിന്റെ ഒരു ആണിക്കൽ അങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ചില വ്യക്തികളാട്ടെ അച്ഛനമ്മമാരെ ധിക്കരിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥന നടത്തും. എനിക്കറിയാന്നുള്ള ഒരു പെൺകുട്ടി 23 വയസ്സുണ്ട്. അവൾക്കാണെങ്കിൽ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരനെ, അതും വളരെ മോശപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനമ്മമാര് പാവപ്പെട്ടവരാണ്, അവര് ഒരിക്കലും ആ വിവാഹത്തിന് സമ്മതിക്കില്ല. കാര്യം അവളുടെ ജീവിതം തകർന്നു പോകുന്ന അറിയാം. പക്ഷെ ഈ പെൺകുട്ടി എന്നും ക്ഷേത്രത്തിൽ വന്നിട്ട് ആ ബോയെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയുണ്ട്. അച്ഛനമ്മമാരുടെ മനസ്സ് മാറ്റിയെടുക്കണമെന്നാണ് അവളുടെ പ്രാർത്ഥന. അച്ഛനമ്മമാരിക്കണം അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നീ വിവാഹത്തിലേക്ക് പോകരുതെന്ന്. അവള് പല മേൽശാന്തിയടുത്തും ചെന്ന് ചോദിച്ച് ചിലയിടത്തുനിന്ന് ചില കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ എങ്ങനെയൊക്കെ അച്ഛനമ്മമാരെ ധിക്കരിച്ചോ മറ്റൊക്കെ ആ വിവാഹം നടന്നു. 6-7 മാസമായപ്പോൾ ആ പെൺകുട്ടിയെ അടിച്ചോ ഉരുട്ടിയോ ഒക്കെ എടുത്ത് വീട്ടിന്റെ വെളിയിലിട്ടു. അവസാനം ഓടയിൽ വന്ന് നടന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കേസൊക്കെ ആവുന്നത് നാട്ടിലുള്ള വിഷയമായതുകൊണ്ട് ഞാൻ അറിഞ്ഞു. അതായത് ഈ അച്ഛനമ്മമാരെ ധിക്കരിച്ച് അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് ഗുണം വരാത്ത കാര്യങ്ങൾ, അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇവയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് നേരാവണ്ണം അവർക്ക് പിന്നെ ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് മാതാവും പിതാവും ഒക്കെ പറയുന്ന കാര്യങ്ങൾക്ക് അതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ, അവർ പറയുന്നത് സത്യമായ കാര്യങ്ങൾ,
അതിനെ അനുസരിക്കാനുള്ള ശ്രമം നടത്തണം. അല്ല, നമുക്ക് ചില കാര്യങ്ങളുണ്ട്, അച്ഛനമ്മമാർ പറഞ്ഞത് ശരിയല്ല, അവർക്കും അങ്ങനെ തെറ്റുകളൊക്കെ പറ്റാതെ ഇരിക്കുന്നില്ല, മനുഷ്യർ തന്നെയാണ്, അവരുടെ ചില ദുർവാശികളൊക്കെ വന്നേക്കാം. അങ്ങനെയുള്ള സമയത്തും ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് ദുഃഖം വരുത്തുന്ന തരത്തിലേക്കാവരുത്, നമ്മുടെ ഇഷ്ടങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ അവിടുന്ന് കരുണ കാണിച്ചിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ നടത്തി തരണം എന്നുള്ള രീതിയിൽ, ഒരു പരിദേവനം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, അച്ഛനമ്മമാരെ തളയ്ക്കുന്ന തരത്തിലുള്ള, അവർക്ക് വേദന കൊടുക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും ഒരിക്കലും ചെയ്യരുത്. അടുത്തതെന്ന് പറഞ്ഞാൽ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവത്തെ ഒരുതരം ഭീഷണിയുടെ മുൾമനയിൽ നിർത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥന. ഒന്നുമില്ല, ദൈവത്തിനൊന്നും ആർക്കും മുൾമനയിൽ നിർത്താൻ പറ്റില്ല. പക്ഷെ ഇവർ പ്രാർത്ഥിക്കുന്നതായിട്ട് അങ്ങനെയാണ്, ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നാൽ ഞാൻ ഇന്നത് തരാം, അത് ചില നേർച്ചകൾ പോലെ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരികയില്ല. ഇതാരടുത്ത് ഇങ്ങനെ നമ്മൾ ഈ ഗുണ്ടായിസം പോലെ പറയുന്നത്? ഈ പ്രപഞ്ചത്തെ മുഴുക്കെ സൃഷ്ടിച്ച ആളിൻ്റെ അടുത്തോ? അതായത് മാക്സിമം ഒരു 100 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അയാളാണ് ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷത്തിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ ഉരുവാക്കിയ ആളിൻ്റെ അടുത്ത് വെല്ലുവിളി നടത്തുന്നത്. നീ ആരപ്പ? നിന്നെക്കാലം എത്രയോ മുമ്പ് ഗജകേസരികളായിട്ടുള്ള ആൾക്കാർ വന്ന് മണ്ണടിഞ്ഞു പോയ ഭൂമിയാണ്. ഇവിടെ കിടന്ന് ഇങ്ങനെ ഭീഷണി മുഴക്കിയാൽ ദൈവത്തിൻ്റെ കാതുകൾ ഇതൊന്നും കേൾക്കില്ല, അത് കൊട്ടിയടയ്ക്കും. പക്ഷെ നിങ്ങളുടെ ഈ കർമ്മയുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രാർത്ഥന ആരെങ്കിലും നടത്തുകയാണെങ്കിൽ അത് ഏറ്റവും നീചമായ പ്രാർത്ഥനയാണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, അത് വിഡ്ഢികൾക്ക് മാത്രം ചേരുന്ന പ്രാർത്ഥനയാണ്, അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ പ്രാർത്ഥനയിൽ അറിയാതെങ്കിലും 1-2 പ്രാർത്ഥന നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭഗവാന്റെ അടുത്തോ ഭഗവതിയുടെ അടുത്തോ പറഞ്ഞ് മാപ്പ് പറയുക. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാപ്പ്, നിങ്ങൾ പറയുന്നത് ഭഗവാനും ഭഗവതിയൊക്കെ കേട്ട് നിങ്ങൾക്ക് മാപ്പ് വരുന്ന അത്രയ്ക്ക് ശക്തി സ്വരൂപിണികളാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ നിറവ് കൊടുക്കുന്നതാണ്. ആ ഭഗവാനും ഭഗവതിയായിട്ടുള്ള കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വെറുതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. അതൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക, ആ രൂപത്തെ മനസ്സിൽ കാണുക, ധ്യാനിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം, ഏകാഗ്രമാക്കുക എന്നുള്ളതാണ്. അത് കഴിയാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജൽപ്പനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് യൂട്യൂബ് അയച്ചു തരികയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.